ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഞാനന്ന് അജ്മാനിൽ പോയപ്പോൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ള പുതിയാപ്പിളയാണ് കേട്ടോ. ഞങ്ങളിതിന് പുതിയാപ്പിള എന്നാണ് പറയുക. ഇവിടെ സുൽത്താൻ ഇബ്രാഹിം എന്നൊക്കെ പറയും ഇതിനെ, പിന്നെ കിളിമീൻ എന്നൊക്കെ പറയും. ഇത് ഞാൻ മീൻ വറുക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മകൻ കാണിച്ചു വെച്ചുള്ള ചെറിയ കുസൃതിയാണ് കേട്ടോ. ആ ചൂല് പൊട്ടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല, വേറൊരു എക്സ്ട്രാ ചൂലുണ്ട് ഇവിടെ. പിന്നെ മീനൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അന്ന് കൊടുന്ന തന്നെ ഏട്ടൻ ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കെടുത്ത് ഇങ്ങനെ വര ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. വര ഇട്ട് മസാലയൊക്കെ തേച്ച് ഞാൻ പൊരിച്ചെടുത്തു. പിന്നെ അഖിലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പടം കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന്. ഞാൻ അത്ര പപ്പടം ഫാനല്ല, പക്ഷേ അഖിലേട്ടനും അധീരിയും നല്ല പപ്പട ഫാനാണ്. ഞാൻ അവർക്ക് അത്ര പപ്പടം അങ്ങനെ കൊടുക്കാറില്ല, കാരണം അത്ര നല്ലതല്ലല്ലോ. പക്ഷേ ഇന്ന് എനിക്ക് എന്തായാലും വറുത്ത് വെക്കാൻ തോന്നി. കുറേ പപ്പടം ഇരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ പപ്പടമൊക്കെ വറുത്ത് വെച്ചു കേട്ടോ. എന്താ അറിയില്ല, ഇവർക്ക് രണ്ടാൾക്കും പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. അധീരനെ എനിക്ക് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട്, പക്ഷേ അഖിലേട്ടനെ എനിക്ക് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ എൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടം കാച്ചാതെ വെക്കുക, കാച്ചിട്ടുണ്ടെങ്കിലല്ലേ കഴിക്കത്തുള്ളൂ. അപ്പോൾ പപ്പടം കാച്ചാതെ വെക്കലാണ് കേട്ടോ എൻ്റെ മെയിൻ പരിപാടി. പിന്നെ പപ്പടം കാച്ചി കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ പറയുക, ബീട്രൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചു. ബീട്രൂട്ട് കുറച്ചേ ഉള്ളൂ, അപ്പോൾ 2 ക്യാരറ്റും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 ക്യാരറ്റും കൂടിയിട്ട് അരിഞ്ഞ് വെച്ചു. രണ്ടും കൂടി ഒപ്പം ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് ബീട്രൂട്ടും ക്യാരറ്റും അരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ സവോളയും പച്ചമുളകും നമ്മൾ ആ ചോപ്പറിൽ ഇട്ടിട്ട് തന്നെ ചോപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ഉപ്പേരി വയ്ക്കാറ്, നല്ല രസം അങ്ങനെ ഉപ്പേരി വെച്ചാൽ. അപ്പം നമ്മുടെ മെയിൻ ഷെഫ് നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. അവന് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ വന്നൊന്ന് അളക്കൊക്കെ ചെയ്യണം. ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ, നല്ല ചൂടുള്ള പാത്രം ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് തന്നെ ശ്രദ്ധിക്കാറുണ്ട്. അവന് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ. പക്ഷേ ചില സമയത്ത് ഹെൽപ്പ് വല്ലാതെ കൂടിപ്പോവും. പിന്നെ ഇത് നമ്മുടെ ഉപ്പേരിയിലേക്ക് ഇടാനുള്ള അരപ്പാണ് കേട്ടോ. തേങ്ങയും പിന്നെ നല്ല ജീരകവും മഞ്ഞൾപ്പൊടിയും. അപ്പോൾ ഇപ്പം എനിക്കിങ്ങനെ, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെ ഉപ്പേരി വയ്ക്കുന്നത് നല്ല ഇഷ്ടമാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ അത്യാവശ്യം തേങ്ങയും പിന്നെ ഇത് നന്നായി ചെറുതായി കുനുകുന അരിഞ്ഞ കാരണം പെട്ടെന്ന് തന്നെ വേവും കേട്ടോ. ജസ്റ്റ് ഒന്ന് ആവി കയറി ഇതാകുമ്പോഴേക്കും വേവും. പിന്നെ ഇതൊന്നും ഓവറായിട്ട് ഉടഞ്ഞ അത്ര രസമില്ലല്ലോ ഈ ബീട്രൂട്ട് ഇതൊന്നും. അപ്പോൾ അത് കഴിഞ്ഞ് ഏട്ടൻ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ ഇപ്പോൾ നോമ്പായ കാരണം 3 മണിയൊക്കെ ആകുമ്പോൾ എത്തും. പക്ഷേ 3 മണിയൊക്കെ ആകുമ്പോൾ എത്തും. പക്ഷേ ട്രാഫിക് ആയ കാരണം ഒരു 3:30-4 മണിയൊക്കെ ആയിരുന്നു ഒന്ന് എത്താൻ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫുഡ്, ഉച്ചത്തെ ചോറ്. പിന്നെ തലേ ദിവസത്തെ അയിലക്കറി ഉണ്ടായിരുന്നു കേട്ടോ. പപ്പടം ഞാൻ അതിൽ കാണാതെ ഒരു സൈഡിലേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അയിലക്കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. പിന്നെ എന്താ, അധീരനെ ഉറക്കിയിട്ട, ഞാൻ ഉറക്കാൻ കെടുത്തുമ്പോഴുള്ള അഭ്യാസങ്ങളാണ് അതൊക്കെ. അങ്ങനെ ഉറങ്ങി നീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു, ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു റീൽ കണ്ടു ഇറാനി പോൾ ഉണ്ടാക്കണത്. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ കേട്ടോ. ഈ സംഭവം ഞാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവുന്നേ വിചാരിച്ചില്ല, പക്ഷെ അടിപൊളി ആയിട്ടായിരുന്നു. ആദ്യം ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഞാൻ പേസ്റ്റ് ഓൾറെഡി നമ്മൾ കുപ്പിയിൽ വാങ്ങിച്ചുള്ളതാണ് കേട്ടോ ആഡ് ചെയ്തത്. പിന്നെ അതിലേക്ക് നാരങ്ങാനീരും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചു കേട്ടോ. അതിലേക്ക് ഈ ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെച്ചു. പിന്നെ ബോൺലെസ് പീസസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അത് കാരണം തന്നെ അത് വറുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ടായിരുന്നു. കുറേ നേരം നമ്മളിട്ട് ഫ്രൈ ചെയ്യും ഇതൊക്കെ ചെയ്യുമ്പോൾ അത് റബ്ബറി ആവും കേട്ടോ. സത്യം പറയണമെങ്കിൽ ഒരു 9 to 10 മിനിറ്റ്സ് ഒക്കെ കറക്റ്റ് ഒരു അങ്ങനത്തെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ആയിട്ട് ഈ ബോൺലെസ് പീസസ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ളത് കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെ കറക്റ്റ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ട്, ഞാൻ അധീരയ്ക്ക് ഈ ബോൺലെസ് പീസസ് വെച്ചിട്ട് റൈസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇത് ഓവർ കുക്കായിട്ടുണ്ടെങ്കിൽ ഭയങ്കര റബ്ബറി ആയിട്ടുണ്ടാവും. ചിക്കൻ ഇങ്ങനെ ചൂയി അങ്ങനെ ആയിട്ടുണ്ടാവും. ഇതാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതിന് ശേഷം ചിക്കൻ വറുത്തെടുത്തതിന് ശേഷം ഞാൻ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതിലേക്ക് ചിക്കൻ മസാല, ഗരം മസാല, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വാട്ടിൽ സത്യം പറഞ്ഞാൽ നല്ല അടിപൊളിയായി വാട്ടിയെടുക്കണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി യൂട്യൂബിൽ നോക്കിയാൽ തന്നെ കിട്ടും കേട്ടോ. അതാണ് ഞാൻ എക്സാക്റ്റ് റെസിപ്പി ഒന്നും അങ്ങനെ പറഞ്ഞുതരാത്തത്. പിന്നെ അതിലേക്കുള്ള മാവ് നമ്മൾ റെഡിയാക്കി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അധീരെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ആ സമയത്താണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കണമെന്ന് പോസ് ചെയ്യണത്. അങ്ങനെ എന്താ പറയുക, ഇതിൽ മാവൊക്കെ ഒഴിച്ച് ആദ്യം ആ മാവൊന്ന് വേവിച്ച് സെക്കൻഡ് ലെയറായിട്ട് നമ്മുടെ ചിക്കനൊക്കെ ഇട്ട് ഒന്നും കൂടി അതിൻ്റെ മുകളിൽ ആ ബാറ്ററില്ലേ അത് ഒഴിച്ച് കൊടുക്കും കേട്ടോ. ഞാൻ ഡെക്കറേഷന് വേണ്ടി ക്യാപ്സിക്കും തക്കാളിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ സാധനം തയ്യാറാക്കി എടുത്തിട്ട് അത് കണ്ടപ്പോൾ എനിക്ക് കാണാനൊക്കെ വലിയ അലമ്പില്ല, കുഴപ്പമില്ലാതെ സെറ്റായി വന്ന അടിഭാഗമൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല, പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. എന്നിട്ട് ഞാൻ എന്താ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പുറത്തെ റൂമിൽ മാമന്മാരുടെ റൂമുണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്ത് എല്ലാവരും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതൊരു നോമ്പ് തുറ വിഭവമായിട്ടൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് കേട്ടോ വീട്ടിൽ. നിങ്ങളും പറ്റിയാൽ വീട്ടിൽ ഇതൊന്ന് നല്ല ആരുടെയെങ്കിലും വീഡിയോ ഒക്കെ കണ്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് ഇറച്ചിപ്പത്തിരിനെയും കാട്ടിയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ വീഡിയോയിലും ഇതൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ, ഇത് ഇറച്ചിപ്പത്തിരിനെയും കാട്ടിയും ടേസ്റ്റ് ആണെന്ന്. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ്, ഇത് ഇറച്ചിപ്പത്തിരിനെയും കാട്ടിയും ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇറച്ചിപ്പത്തിരി കഴിച്ചിട്ടുണ്ട് മുന്നേ, ഞങ്ങളുടെ അവിടെ ഒരു കടയിലുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞത് ശരിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് സിമ്പിളാണ് ഉണ്ടാക്കുക, നമ്മൾ വിചാരിക്കുന്ന അത്ര ഇതേ ഇല്ലേ. നമ്മൾ വീട്ടിൽ ചിക്കൻ വാങ്ങില്ലേ, അപ്പോൾ കുറച്ചതിന് ബോൺലെസ് പീസസ് ഒരു 100 ഗ്രാമൊക്കെ എടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്തായാലും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു കമൻറ്റും കൂടി നിങ്ങളൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ബൈ.